ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻഷുറൻസ് കൃത്യമായിട്ട് വിളിക്കുകയും വണ്ടിയുടെ പേപ്പേഴ്സ് ഡീറ്റെയിൽ മുഴുവൻ അയച്ചു തരുകയും തുക വരെ അയച്ചു തന്നിട്ട് ലിങ്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ പറയും സാറ് ഒന്നുകിൽ ലിങ്ക് കയറി അയക്കാം, ഇല്ലെങ്കിൽ നേരിട്ട് അയക്കാം, അപ്പം നേരിട്ട് അടയ്ക്കാം. അപ്പോൾ നമ്മളെന്താ പറയാ, അപ്പം അങ്ങനെ ഒരു ആളങ്ങനെ പറയില്ലല്ലോ, നേരിട്ട് അടച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ലിങ്കിലും കയറില്ല, നേരിട്ട് അടച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ ഞാൻ അടച്ചതാ. പിറ്റേ ദിവസം നോക്കി ഒന്നുകൂടെ സംശയം കൊണ്ട് നോക്കിയപ്പോൾ പറഞ്ഞാൽ സാറേ അടച്ചിരുന്നോ, പിന്നെ ഞാൻ വാട്സപ്പിൽ ലിങ്ക് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നേരിട്ട് അടച്ചാലും മതി സാർ, ഈ ആഴ്ച തന്നെ ചെയ്യണേ, നമ്മൾ ചെയ്യാന്നുള്ളു. പിറ്റേ ദിവസം ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പം സംഭവം മനസ്സിലായി, ഞാൻ അടച്ചിട്ടുണ്ട്. അപ്പം നമ്മളിൽ പലർക്കും ഈ അനുഭവമുള്ളവരുണ്ട് ഇതിനകത്ത്. വളരെ കൃത്യമായിട്ട് കണക്ട് ആവുന്ന ഒരു പ്രശ്നമാണ്. കാരണം നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉണ്ട്. ഈവൻ എനിക്ക് തോന്നുന്നു നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഒരു എക്സ്പേർട്ട് ട്രെയിനിങ് ആവശ്യമാണ്. പക്ഷെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കാൻ ആർക്കും ട്രെയിനിങ് ഒന്നുമില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങും, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ ഉപയോഗിച്ചു കൊടുക്കുന്നു. അത് അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം, ഈവൻ ഇതൊന്നും വേണ്ട, നമ്മളൊരാൾക്ക് തെറ്റി മെസ്സേജ് അയച്ചാൽ, നമ്മുടെ വീട്ടിലെ കുട്ടി ഫോൺ എടുത്തിട്ട് ഒരാളെ മാറി വിളിച്ചാൽ പോലും ഇഷ്യൂ ഉണ്ടാകുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു പ്രൈവറ്റ് സ്ഥലത്ത് ഒരു ഫോൺ കൊണ്ടുവച്ചാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. വളരെ കോമൺ ആണ്, ആളുകൾ അത്ര അവെയർ അല്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് കൃത്യമായിട്ടും ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഫോൺ വഴിയുള്ള പ്രശ്നം നേരിടുന്നത് കൃത്യമായിട്ടും ഒരു വർക്കിംഗ് ക്ലാസ്സിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ കുടുംബവും ഒക്കെയാണ്. അത് ത്രൂ ഒരു മിഡിൽ ക്ലാസ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള അച്യുതയ്ക്കും അച്യുതയുടെ വീട്ടുകാർക്കും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുന്നു. അപ്പൊ ഇത് കൃത്യമായിട്ടും ഈ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നത് പല രൂപത്തിൽ പല ഭാഗത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോ അവിടേക്കാണ് നിന്ന് ഈ ദീക്ഷിതിന്റെയും ദേവന്റെയും വിശ്വന്റെയും ഒക്കെ ഒരു റോൾ വരുന്നത്. അവർക്ക് കൃത്യമായിട്ടും ഇടപെടാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ഒന്നൊരു മറ്റൊരു പവറാണ് ഒരു കോൺടാക്റ്റുകളാണ്. അപ്പൊ ബിസിനസ് നടത്തുന്ന മനുഷ്യർ അവർക്ക് നല്ല രീതിയിൽ നല്ല കാര്യങ്ങളും ഇൻഫ്ലുവൻഷ്യൽ ആവാം എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ കഥാപാത്രങ്ങളുടെ ഡിസൈൻ ഭയങ്കര രസമാണ്, നമുക്കത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി. അപ്പോ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്, പ്രേക്ഷക സിനിമ കാണുന്ന സമയത്ത് ഒരുപക്ഷെ ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇതിനെ ക്ലൈമാക്സ് അക്കാര്യം എപ്പോഴും നമ്മളെല്ലാവരും അങ്ങനെയാണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കും, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ശ്രമം നടത്തി ഇന്റർവെൽ ആവണവരെ കൺഫ്യൂഷൻ ആയിട്ട് ഇറങ്ങി പോകാനുള്ള ടെൻഡൻസി ആളുകൾ കാണിക്കാതിരുന്നാൽ ഇതിന്റെ അവസാനം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മാത്രവുമല്ല, വെറുതെ ഒരു പ്ലോട്ട് പറയലോ, ഒരു ത്രില്ലർ അടിപ്പിച്ച് അവസാനിപ്പിക്കലോ, അല്ലെങ്കിൽ അതിന്റെ ക്ലൈമാക്സിലൂടെ നമ്മൾ ഞെട്ടിക്കലോ അല്ല ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ആർട്ടിസ്റ്റിക് ആയിട്ടൊരു പ്ലോട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കലാപരമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്, അതിൻ്റെ അകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റിക് ക്വാളിറ്റിയും, ഒരു വിഷ്വൽ ആർട്ടില് ദൃശ്യം പ്രധാനമാണ്, ശബ്ദം പ്രധാനമാണ്. അപ്പോൾ ഇതിന്റെ മ്യൂസിക്, ഇതിന്റെ പാട്ടുകൾ, BGM, ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള BGM അത് വെറുതെ ഒരു സ്റ്റാർഡം കാണിക്കാനൊന്നുമല്ല, ആ ക്യാരക്ടറിന്റെ പൾസ് എന്താണോ, ആ ക്യാരക്ടറിന്റെ ഇമ്പാക്ട് എത്രത്തോളമാണോ അതിനനുസരിച്ചുള്ള BGM കൃത്യമായിട്ടും പ്രസന്ന ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. പാട്ടുകളാണെങ്കിലും ഇപ്പൊ വൈക്കം വിജയലക്ഷ്മി ചേച്ചി പാടിയിട്ടുള്ള പാട്ടിനോടൊക്കെ തന്നെ എല്ലാവരും കേട്ടിരുന്നത്. ഇതിന്റെ ഓർക്കസ്ട്ര അവര് ചെയ്തിരിക്കുന്നത് ബൂഡാപെസ്റ്റിലാണ്. നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്, വളരെ എഫേർട്ട് ആയിട്ട് വളരെ ഗ്രാൻഡ് സ്കെയിലിൽ. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ കാസ്റ്റിന്റെ കാര്യത്തിൽ ഇപ്പൊ കുറച്ച് കോംപ്രമൈസ് ആരും, അതായത് നമുക്ക് ഈസിലി അവൈലബിൾ ആവുന്ന, ഭയങ്കര കോൾ ഷീറ്റിനൊന്നും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരാത്ത സാധാരണ ആക്ടേഴ്സിനെ വിളിച്ചിട്ട് കാസ്റ്റ് അവര് ഫുൾഫിൽ ചെയ്തപ്പോ ബാക്കി ഏരിയയിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് ശിവൻ പറയുമ്പോ തെറ്റിദ്ധരിക്കപ്പെടണ്ട, അതായത് കാശില്ലാത്തോണ്ട് വിളിച്ചതല്ല, ഈ ആപ്റ്റായിട്ടുള്ള ആൾക്കാരെന്നുള്ളതാണ് മസ്റ്റ്. ഞാൻ പറയുമ്പോൾ ഞാൻ തിരുത്തി പറഞ്ഞതാണ്. നമ്മളിപ്പോ എല്ലാവരും ഭയങ്കര ഹൈലി ഡിമാൻഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരായിട്ടുള്ള ആളുകളല്ല എന്നുള്ള അർത്ഥം തന്നെയാണ്. കാരണം നമ്മള് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ, ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ നിന്ന് വന്നത് ഒരു പക്ഷേ അത് നിമിത്തമൊന്നും അല്ല, കൃത്യമായിട്ടും വെൽ പ്ലാൻഡ് ആണ്. അതായത് ഒരു ക്യാരക്ടറിന്റെ ഒരു അളവനുസരിച്ച് കൊടുക്കാൻ പറ്റുന്ന ആളുകളെ തിയേറ്ററിൽ നിന്ന് കിട്ടുമ്പോൾ തിയേറ്റർ എന്താണെന്നുള്ളത് ബോധ്യമുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറും അതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറും ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഞങ്ങളെല്ലാവരും നാടകത്തിന്റെ പലതരത്തിലും നാടകത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആളുള്ളൂ. ഇവരെല്ലാവരും ഇവരെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്, ചെറുതോ വലുതോ ആയിട്ട്. അപ്പോ ഈ നാടകരംഗത്ത് നിന്ന് വരുമ്പോൾ ഞാനിപ്പോ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പുതിയ കാലത്താണ് കുറച്ചെങ്കിലും തിയേറ്ററിലുള്ള ആളുകളോട് ചെറിയൊരു റെസ്പെക്ട് ആളുകൾ പൊതുവെ പണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇപ്പൊ എനിക്കിപ്പോ പുതിയ ആളുകളോട് പറയാനുള്ളത്, നമ്മൾ നാടകരംഗത്ത് അല്ലെങ്കിൽ തിയേറ്ററിൽ സയന്റിഫിക് ആയിട്ട് ആക്ടിങ് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ, ആർട്ടിനെ സയന്റിഫിക് ആയിട്ട് കാണുകയാണെങ്കിൽ, ഉറച്ചു നിന്നുകൊണ്ട് കഥാപാത്ര രൂപീകരണവും കഥയെ മനസ്സിലാക്കലും ക്യാരക്ടറൈസേഷന്റെ എല്ലാ ഏരിയകളൊക്കെ നമ്മൾ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സിനിമയിൽ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അർഹിക്കുന്നത് വന്നു എന്നുള്ളത് തന്നെയേ ഉള്ളൂ. അത് സാമ്പത്തികമായിട്ടുള്ള സംഭവമല്ല ഞാൻ പറയുന്നത്. നല്ലൊരു പണി ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരം നമുക്ക് വരും. ഒരു പക്ഷേ ഇത് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള കുറെ ആക്ടേഴ്സിന്റെ ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ
ഈ കഥയെ ഒരുപക്ഷെ ആളുകൾ ഇന്റർപ്രറ്റ് ചെയ്യുക വേറെ തരത്തിലായിരിക്കും, അതെ അതെ ഈ ആളുകൾ പ്ലേസ് ചെയ്യുക വേറെ തരത്തിലായിരിക്കും. ഇപ്പൊ നമ്മളെല്ലാവരും സ്ക്രീനിൽ കാണുന്ന സമയത്ത് മുൻധാരണയില്ലല്ലോ, മുൻധാരണയില്ലല്ലോ. ക്യാരക്ടറായിട്ട് കാണുള്ളൂ. അപ്പൊ അത് ഒരുപക്ഷെ അതൊരു ബ്രില്യൻസ് ആണ് ഇവര് വേറൊരു വെച്ചിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഫിലിമില് ഓരോ ഫ്രെയിമിലും നമ്മൾ ആ സ്റ്റോറി കാണുന്നത് പ്രേക്ഷകരുടെ ഒരു ടാസ്ക് ആണ്. നമ്മൾ അവരുടെ ആ ക്യാരക്ടർ ത്രൂ വേണം നമ്മൾ ആ ഓരോ സീൻ കാണാൻ. സോ ചില സമയത്ത് നമ്മളൊരു തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മൾ ആ ഒരു ഫിലിം കാണുമ്പോഴും നമുക്ക് ഇത് നോൺ ലീനിയർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ ആ ഒരു ഇമോഷണലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ലോജിക്കലി കണക്ട് ചെയ്യാനും കുറച്ചൊരു പാടുണ്ടാവും. പക്ഷെ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഓഡിയൻസ് ആ ഓരോ സീൻ കാണുമ്പോഴും ആ ക്യാരക്ടർ എന്താണ് ആ സീനിൽ ചെയ്യുക, ആ ക്യാരക്ടറിന്റെ ലെൻസ് ത്രൂ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ സ്റ്റോറിന്റെ ഇനിയും ഒരു വേറൊരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്കും അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതും ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. സോ ഇതൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ വരാത്തവരെ കുറിച്ച് തീർച്ചയായിട്ടും പറയും. ഒന്ന് അവിനാഷ് സാറ്. അവിനാഷ് സാറ് സീനിയറാണ്, അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അനന്തുവിന്റെ പെർഫോമൻസ്, ജോസഫ്, നമ്മൾ എല്ലാവരും ഈ മെൻഷൻ ചെയ്യുന്ന ജോസഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, സീമാജി നായർ, ഹരീഷ്, മനോജ്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എനിക്കറിയാം, ഞാൻ പറഞ്ഞു രമേഷിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത്രയും ആളുകള് പിന്നെ വേറൊരു എല്ലാം ഭാഗ്യം തോന്നി ഇതെല്ലാം ഏകദേശം ശിവൻ പറയുമ്പോഴാണ് ഞാൻ ഇവരെല്ലാവരും എനിക്ക് അറിഞ്ഞിരുന്നില്ല, പക്ഷെ ആക്ച്വലി അവിനാഷ് സാർ പോലും തുടങ്ങിയത് തിയേറ്ററിൽ വെച്ചായിരുന്നു. അത്രയും ആളുകളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു എഫേർട്ട് ഇതിനകത്ത് ഉണ്ടോ ഉറപ്പായിട്ടും. അവരൊന്നും നമ്മള് ബാക്കിലോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുന്നിലോ നിൽക്കേണ്ട ആൾക്കാരല്ല. ഇവരെല്ലാവരും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, വരാത്തോണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത്. എല്ലാവരും ഒരുപാട് കോൺട്രിബ്യൂഷൻ ഇതിനകത്തുണ്ട്. എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമുള്ളത് കോമ്പിനേഷൻ ഇല്ലെങ്കിൽ പോലും രമേഷ് വർമ്മ മാഷ് എന്റെ അധ്യാപകനായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ PG. അദ്ദേഹം 2 വർഷം എന്റെ അധ്യാപകനാണ്. അപ്പോ എന്റെ പ്രൊഫസറും കൂടെ പങ്കെടുത്ത ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റും. എനിക്ക് അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ എന്റെ ഹെഡാണ് അദ്ദേഹം. അതെനിക്ക് അദ്ദേഹം നേരത്തെ പരിചയമുണ്ട് തിയേറ്ററായിട്ട്. പക്ഷേ പിന്നെ പേര് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ ബിഗ് ബിയില് മേയർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള രമേഷ് വർമ്മ. അപ്പൊ അത് അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും. മാത്രല്ല അദ്ദേഹം തിയേറ്ററിനേക്കാൾ ഉപരി കഥകളി എന്ന് പറയുന്ന ഒരു ക്ലാസിക്കൽ കലാരൂപത്തില് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അത്ര മനോഹരമായിട്ട് പ്ലേ ചെയ്തിട്ടുള്ള ഒരാളാണ്. നിലവിൽ കേരളത്തിലൊരു തിയേറ്ററിൽ സീനിയർ ആയിട്ട് നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ PT മനോജേട്ടൻ ഇതുപോലെ കുറെ വർഷങ്ങളായിട്ട് നാടകരംഗത്ത് ഗംഭീരമായിട്ടുള്ള ലീഡ് റോളുകളും ഒക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. സിനിമകളും ചെയ്തിട്ടുണ്ട്. ഒരു പേര് കൂടി വിട്ടുപോയി, ഷാജി നിസാർ. ജോസഫിന്റെ എന്റെ സുഹൃത്തായിട്ടുള്ള എന്റെ കൂടെ തിയേറ്ററിലുണ്ടായിരുന്നു ഷാജി നിസാർ. ഇത് ഒരുപാട് എല്ലാ വലിയ നില തന്നെയുണ്ട്. ഞാൻ ഓർത്തെടുത്തപ്പോ പറഞ്ഞതേ ഉള്ളൂ. എനിക്കാണ് നമ്മളെല്ലാവരും തിയേറ്ററിൽ നിന്ന് വന്നതുകൊണ്ടേ നമുക്ക് അറിഞ്ഞോ അറിയാതെ നമ്മൾക്ക് ഒരു ഇൻഹെറന്റ് ആയിട്ടുള്ള ഒരു ശീലം കൂടിയിരിക്കുക, ഒന്നിച്ച് ആഹാരം കഴിക്കുക, ഒന്നിച്ച് തമാശ പറയുക, വർക്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഉള്ളിലുണ്ട്. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ സിനിമയിൽ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ കേട്ടിട്ടുള്ള വാർത്തകൾ സിനിമയ്ക്കകത്ത് ഭയങ്കര ഹയറാർക്കി, ചിലരൊക്കെ പോയി കാരവനിൽ പോയിരിക്കുന്നു, അല്ലെങ്കിൽ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേറെ ഇരിക്കുന്നു. ഇങ്ങനെ ഒരു ഹയറാർക്കി ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പടത്തിലൊക്കെ ഒന്നും കണ്ടിട്ടില്ല. നമ്മളൊരു വീട്ടില് അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ റിമോട്ട് ഏരിയയാണ്, അവിടെ മൊബൈലിന് റേഞ്ച് ഇല്ല. ആ വീട്ടിൽ അമ്മ, ആ വീട്ടിൽ അച്ഛനൊക്കെ ആയിട്ട് പോയി തമാശ പറയാ, അവരുടെ അടുക്കളയിൽ പോയിട്ട് അവര് ഉറഞ്ഞിട്ട് കഴിക്കുക, അവരെ പശുവിനെ കൊണ്ടേ കിട്ടുക. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ആ വീട്ടിലൊരു പേഴ്സൺ വീട് നമുക്ക് ലൊക്കേഷൻ തന്നിരിക്കുന്ന വീട് ഷൂട്ടിന് തന്നിരിക്കുന്നു. അദ്ദേഹം പോലും ഭയങ്കര ആസ്വദിച്ച് കൂടെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്റെ അഡ്രസ് ഒക്കെ വാങ്ങിച്ച് ഇൻസ്റ്റയിൽ മെസ്സേജ് ഒക്കെ അയക്കും. അപ്പൊ അത്രത്തോളം ഷെഡ് ഇത്രത്തോളം കണക്റ്റഡ് ആണ് ഈ ഏരിയയും നമ്മളും തമ്മിൽ. നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മള് വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു തണുപ്പ് തരുന്ന വിഷ്വൽസ്. ഇപ്പൊ പച്ചപ്പ് കാണിക്കുക എന്ന് പറയുന്നതൊരു എല്ലാവരും പറയാം. നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഗ്രാമീണത അല്ലെങ്കിൽ നേച്ചർ എപ്പോഴും നമുക്കൊരു പ്ലസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സൈബർ ക്രൈം ഇപ്പൊ ഈ പോസ്റ്ററൊക്കെ കാണുമ്പോൾ അതിനകത്ത് ഫുൾ മൊബൈൽ ഫോണുകളും ഗ്രാഫിക്സും ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് മുഴുവനും ഈ പച്ചപ്പും വളരെ വലിയൊരു പോർഷനും, അതായത് ഒരു ഹാർബറിന്റെ കുറെ ഏരിയാസ് ഉണ്ട് മത്സ്യബന്ധനം ചെയ്ത് നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരാണ്, തൊഴിലെടുത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ DOP നമ്മൾ എടുത്തു പറയണം. ആൻസർ ഭയങ്കര രസമായിട്ട് ഇതിനെ നമ്മള്, കാരണം വളരെ പ്ലെയിൻ ആയിട്ടുള്ള കുറെ ഫ്രെയിമുകളാണെങ്കിൽ നമുക്ക് ഇത് കഥ ഇമ്പാക്ട് ഉണ്ടാക്കില്ല. ഇതിന്റെ ത്രില്ലിംഗ് സ്വഭാവം അനുസരിച്ച് തന്നെ അദ്ദേഹം ഫ്രെയിമുകൾ വെച്ചിട്ടുണ്ട്.
അതിനനുസരിച്ച് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഷോട്ടുകൾ അതിനകത്ത് വന്നിട്ടുണ്ട്. എഡിറ്റിംഗ് ആണെങ്കിലും ഇപ്പൊ മഹേഷ് സാറാണ് ഭയങ്കര രസമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗില് ഇപ്പൊ നമ്മൾ പറയില്ലേ താളം, എല്ലാത്തിലും താളം, അർത്ഥമില്ലാത്തൊരു കാര്യമില്ലെന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് എഡിറ്റ് ചെയ്തേക്കുന്നത് കൃത്യമായിട്ടുള്ള താളത്തിലാണ്. ആ താളം എല്ലാ നല്ല എഡിറ്റിംഗിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഓരോ എല്ലാ മേഖലയും പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെ ക്രൂ ഉൾപ്പെടെ സകല മേഖലയും നമ്മള് സത്യം പറഞ്ഞാൽ എനിക്ക് പ്രൊഡ്യൂസേഴ്സിനെ തിരിച്ചറിയാൻ കുറെ നാൾക്ക് ശേഷം പ്രൊഡ്യൂസർമാരെ അത് ഞങ്ങളൊക്കെ അതെ ശരിയാണ്. മനസ്സിലാക്കി നമ്മൾ സിനിമയിലൊക്കെ കാണിക്കില്ല കാരിക്കച്ചർ പ്രൊഡ്യൂസർമാർ എല്ലാ പേരിലും മുതലൊക്കെ ഇത് അങ്ങനെയല്ല. ഇവര് ഭക്ഷണം എടുത്തുകൊണ്ട് അല്ല, അതിന് ഞങ്ങൾ ഈ മംഗലാപുരത്ത് ഷൂട്ട് നടക്കുമ്പോ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞങ്ങളൊരു ഹാർബറിലൂടെ ഓടുന്ന സീക്വൻസ് ആണ്. അപ്പൊ ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഈ ഭയങ്കര ക്രൗഡ് ഉണ്ട് അവിടെ. അപ്പൊ ഈ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അപ്പൊ ഈ ആനന്ദ് സാർ ഇതിൽ ഭയങ്കര അഗ്രഹമാണ്. ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യും ഭയങ്കര സിമ്പിൾ ആയിട്ട് അവര് കാര്യങ്ങളൊക്കെ കുറെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ഇതില് അവർ പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരാളിങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ദിവസമായിട്ട് ഉണ്ട് കൂടെ. അപ്പൊ ഇയാളൊരു വെയിറ്റ് എഴുതി കണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ പാസ് ചെയ്തപ്പോ തന്നെ തിരിഞ്ഞു പോയി. അപ്പൊ ഞാൻ അങ്ങനെ ആനന്ദ് പറയാ, പുള്ളി കൊള്ളാട്ടോ, പുള്ളി എത്ര പേരെ ഹാൻഡിൽ നിർത്തി ഒരാൾ പോലും ഇല്ല. അപ്പൊ ആനന്ദ് അതാണ് പ്രൊഡ്യൂസർ. അപ്പൊ ഞാൻ നോക്കിയോ പ്രൊഡ്യൂസർ. അപ്പൊ അങ്ങനെ 2-3 പേരുണ്ട്. ഇവരൊക്കെ ഇതിന്റെ സെറ്റിൽ തന്നെ ഒരു എല്ലാ ഡയറക്ഷൻ സൈഡിലൊക്കെ സഹായിക്കുന്ന രീതിയിൽ സാധാരണ പാസിങ്ങിനും ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാനൊക്കെ വേണ്ടിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവർ കൂടുന്നുണ്ട്. ഓൾ ഇൻ ഓൾ ആണ്, ഓൾ ഇൻ ഓൾ. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെ ഒരുപാട് പേരുണ്ട്. നമുക്ക് പേരെടുത്ത് പറയാൻ ഒരുപാട്